Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BGMI എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ്. ഓൾറെഡി നമുക്കറിയാം ഏർലി ആക്സസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ സൈറ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ സൈറ്റിലുള്ള അവർ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഏർലി ആക്സസ് ആ ലിങ്കിലൂടെ കയറിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. വേറെ തേർഡ് പാർട്ടി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ അവർ പറഞ്ഞതിനപ്പുറം നിങ്ങൾ തേർഡ് പാർട്ടി ആപ്പ് വഴി ചെയ്താൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാൻ ആവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബാൻ ആവോ എന്നൊക്കെ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ബട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു. എൻ്റെ 2-3 ഡിവൈസുകളിലേക്ക് ഞാൻ ഈ ഒരു മെത്തേഡിലൂടെ ഇത് ഫയൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ലോഗിൻ ചെയ്തു. നോർമലി പുതിയ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തു. എൻ്റെ പഴയ ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നോക്കി. കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. നാളെ മേലാക്കും ബാൻ ആവുമോ എന്ന് നമുക്കറിയില്ല. സോ എന്തായാലും ഇതെങ്ങനെയാണ് ഞാൻ എൻ്റെ മറ്റ് ഡിവൈസുകളിലേക്ക് മറ്റ് അക്കൗണ്ടുകളിലേക്ക് എൻ്റെ മോളുടെ PUBG ഐഡിയിലേക്ക് ഒക്കെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്, ആ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. സോ നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പൊ നമ്മൾ ഗെയിം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏർലി ആക്സസ് എന്ന് പറയുന്ന ആ ലിങ്കിലൂടെ പോയിട്ട് എന്തായാലും പണി നടക്കില്ല. അത് ഫുൾ ആയി കഴിഞ്ഞു. 10,000 പേരെ മറ്റോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഫുൾ ആയി എന്നാണ് പറയുന്നത്. സോ ആ വഴി നടക്കില്ല. പിന്നെ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഏർലി ആക്സസ് വഴി രാവിലെ തന്നെ കയറി ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗെയിം നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫയൽസ് ആ ഫയൽ എക്സ്പ്ലോറർ വഴി ഷെയർ ചെയ്ത് മറ്റൊരു ഫോണിലേക്ക് കയറ്റി. ഇപ്പൊ മൈക്രോമാക്സിലേക്കും എൻ്റെ ഇൻഫിനിക്സ് ഫോട്ടോണിലേക്കും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് കയറ്റി. OnePlus കയറ്റി, MI 11Xലേക്കും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു. ജസ്റ്റ് സാധാരണ ഏതൊരു ആപ്ലിക്കേഷനും ഫയലും സെൻഡ് ചെയ്യുന്ന പോലെ സെൻഡ് ചെയ്ത് വാങ്ങിച്ചു. ഞാൻ അതിന്റെ APK ഫയൽ ജസ്റ്റ് 40 MB 50 MB അത്രയും കണ്ട് നിസ്സാരമുള്ളൂ. അത് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് വാങ്ങിക്കുന്നു. വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു. ഒരു പ്രാവശ്യം ഒരു എറർ കാണിച്ചു. ബട്ട് ഫോൺ ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ സംഗതി വർക്ക് ചെയ്തു. ആ APK ഓൺ ആയി. അങ്ങനെ തന്നെ നിങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ റിസോഴ്സ് ഫയൽ ഡൗൺലോഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിച്ചുകൊണ്ട് ഇതിന്റെ റിസോഴ്സ് ഫയലുകൾ ബാക്കിയുള്ള 500 ചില്ലാനും വരുന്ന MB സൈസ് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്തു. സോ ആ APKക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ചുമ്മാ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ ഫോണുകളിലേക്കും ഞാൻ അങ്ങനെയാണ് ഇത് ഷെയർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുത്തത്. സോ ആ APK നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ ഫോണിലും ഇതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് റിസോഴ്സ് ഫയൽ ഓട്ടോമാറ്റിക്കലി അതിൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. വേറെ ഒരു കോംപ്ലിക്കേഷനും ഈ പറഞ്ഞ ഫോണുകളിലേക്ക് ഈ സെയിം ഈ പറയുന്ന BGMI അക്കൗണ്ട് അല്ലെങ്കിൽ BGMI ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വന്നില്ല. ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായില്ല. സിമ്പിൾ ആയിട്ട് ആപ്പ് സെൻഡ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ ഇനി ഇൻസ്റ്റാളേഷന്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ OBB ഫയലൊക്കെ വേണമെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ APKയുടെ ലിങ്കും OBB ഫയലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി അതിന്റെ പ്രൊസീജിയർ, ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഞാനിവിടെ ഒന്ന് കാണിക്കാം. ഗെയിം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്രാഫ്റ്റ് എന്ന് കാണുന്ന ഒരു സ്ക്രീനാണ് നിങ്ങളുടെ മുമ്പിൽ വരിക. ജസ്റ്റ് ഒരു സ്ക്രീൻ, അത് ലോഡിംഗ് സ്ക്രീൻ ആണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ്, റിസോഴ്സ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡൗൺലോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈവസി പോളിസി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. അതായത് അവരുടെ പുതിയ പ്രൈവസി പോളിസി എന്താണെന്നുള്ളതാണ്. വേണമെങ്കിൽ വിശദമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് ID വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പയറിംഗ് റിസോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കും. അങ്ങനെ റിസോഴ്സ് കമ്പയർ ചെയ്ത് ഗെയിം ഓപ്പൺ ആവാൻ പോവാണ്. ഈ കമ്പയറിംഗ് റിസോഴ്സിന്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ അങ്ങ് പ്ലേ ആവും. അത് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് കൊടുക്കാം. ഈ വീഡിയോ പ്ലേ ബാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങുന്ന സ്ക്രീനാണ് വരിക. ഞെട്ടണ്ട, നിങ്ങളുടെ അക്കൗണ്ട് പോയി എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാൻ ആവുന്ന പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പുതിയൊരു ID ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് തുടങ്ങി കളി തുടങ്ങാം. ആണെങ്കിലും നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുത്തുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങളൊരു പേര് കൊടുക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഒരു ലോഡിംഗ് സ്ക്രീനാണ് കാണുക. അത് കഴിഞ്ഞാൽ ഇന്ത്യ ഓൺലി, അതായത് ഇന്ത്യക്കാർക്കുള്ള ഗെയിമാണ്, ഇന്ത്യക്കാർക്ക് മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലുള്ള ഒരു എഴുതി കാണിക്കലുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്ക്രീനിൽ അക്കൗണ്ട് ഡാറ്റ ട്രാൻസ്ഫറിന്റെ സ്ക്രീനാണ് വരിക. അപ്പൊ അതിൽ യെസ് പ്ലീസ് എന്ന് കൊടുക്കുക. നമ്മുടെ പഴയ ഗ്ലോബൽ അക്കൗണ്ടിൽ നിന്നുള്ള ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കൊറിയൻ അക്കൗണ്ടിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. പറ്റില്ല. എൻ്റെ പ്രതാപ്ജി ടെക് എന്ന് പറയുന്ന മെയിൻ ID കൊറിയനിലും ഞാൻ, അതായത് ട്വിറ്റർ അക്കൗണ്ട് പ്രതാപ്ജി ടെക് എന്ന് പറയുന്ന ട്വിറ്റർ അക്കൗണ്ട് വെച്ചുകൊണ്ട് നമ്മൾ കൊറിയയിലും നമ്മൾ കളിച്ചിട്ടുണ്ട്, അതേപോലെ ഗ്ലോബലിലും കളിക്കുന്നുണ്ടായിരുന്നു. ആ സെയിം ID ഞാൻ ഈ BGMI ലോഗിൻ ചെയ്തപ്പോൾ ഗ്ലോബലിലത്തെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എൻ്റെ സ്കിന്നും ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ട്രാൻസ്ഫർ ആയത്. കൊറിയനിലെ വന്നില്ല. അതായത് കൊറിയനിലെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേര് നമ്മുടെ ലൈവ് സ്ട്രീമിൽ ചോദിച്ചതാണ്, അത് കൊറിയൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല കേട്ടോ. ഗ്ലോബലിലത്തെ മാത്രമേ വന്നുള്ളൂ, കൊറിയനിൽ വരാൻ സാധ്യതയില്ല, നമുക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. സോ അവിടെ നമ്മൾ അക്കൗണ്ട് ഡാറ്റ ട്രാൻസ്ഫറിന്റെ അവിടെ യെസ് എന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കൂടുതൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. വേറെ ഒന്നുമല്ല,
ഈ വരുന്ന 31 ഡിസംബർ 2021 അതുവരെ ഈ ഒരു ടൈം ഉള്ളു കേട്ടോ. അക്കൗണ്ട് പഴയ അക്കൗണ്ട് ഈ BGMIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അടുത്ത വർഷം നമുക്ക് വീണ്ടും ഈ പഴയ അക്കൗണ്ട് വേണമെന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ല. സോ ഇതെന്തായാലും എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്യുമെന്ന് നമുക്കറിയാം. നിങ്ങൾ പിന്നെ ചെയ്യാം, അടുത്ത വർഷം ചെയ്യാമെന്ന് വിചാരിച്ചേക്കരുത്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ചെയ്യുക. ഡിസംബർ 31 വരെയാണ് ഇവർ ടൈം കൊടുത്തിരിക്കുന്നത്, അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് യെസ് കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് പഴയ അക്കൗണ്ട് ഈ ഒരു തേർഡ് പാർട്ടി APKയിലൂടെ കയറിയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് മിഗ്രേറ്റ് ചെയ്ത് കളിക്കാൻ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോ കൊടുത്തിട്ട് പുതിയ അക്കൗണ്ടിൽ കളിക്കുക. അതല്ല നിങ്ങളുടെ പഴയ അക്കൗണ്ട് മെർജ് ചെയ്യണമെങ്കിൽ ഇവിടെ യെസ് ഒന്ന് കൊടുക്കുക. യെസ് ഒന്ന് കൊടുത്തിട്ട് മുമ്പോട്ട് പോകാം. ഇനിയിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ സെക്ഷനിലേക്ക് തന്നെയാണ് വരിക. നമ്മുടെ മുമ്പത്തെ ഗ്ലോബൽ അക്കൗണ്ടിൽ ഏത് അക്കൗണ്ടിലാണോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ നിങ്ങൾ ഏത് ഐഡിയിലാണോ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ID തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ലോഗിൻ ചെയ്യുക. ഈ സെക്ഷനിൽ ആ പഴയ അക്കൗണ്ടിന്റെ സോഷ്യൽ മീഡിയ ID ഏതാണോ അതാണ് അടിക്കേണ്ടത്. ഗൂഗിൾ വഴി ലോഗിൻ ചെയ്തവർക്ക് പറ്റില്ല എന്ന് ചോദിക്കാം. അതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. നിങ്ങൾക്കൊരു പണി ചെയ്യാം. നോർമലി ഗ്ലോബൽ അക്കൗണ്ടിൽ ഗൂഗിൾ വെച്ച് കയറുക, എന്നിട്ട് അതിൽ ട്വിറ്ററോ ഫേസ്ബുക്കോ ലിങ്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ട്വിറ്ററോ ഫേസ്ബുക്കോ നിങ്ങൾ ഏതാണോ ലിങ്ക് ചെയ്തത് അത് വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം. അങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിക്കുക. ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലോ ഇത് മെയിൻ ഗെയിം വന്നു കഴിയുമ്പോൾ, ഇതിപ്പോൾ ഏർലി ആക്സസ് ബീറ്റ ഗെയിം ആണല്ലോ, ഇത് കഴിഞ്ഞിട്ട് മെയിൻ വരുമ്പോൾ ചിലപ്പോൾ ഗൂഗിൾ പ്ലേയുടെ ഓപ്ഷൻ വരുമായിരിക്കും. ഇപ്പോഴേക്ക് ഇങ്ങനെയാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് ട്വിറ്ററിലേക്കോ ഫേസ്ബുക്കിലേക്കോ ലിങ്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് വീണ്ടും നിങ്ങളുടെ ഏത് ഗ്ലോബൽ അക്കൗണ്ടിൽ ഏത് ഐഡിയിലാണോ യൂസ് ചെയ്തത് ആ ID ഇവിടെ കൃത്യമായിട്ട് അടിക്കുക. എൻ്റെ മോളുടെ ശിവന്യ പ്രതാപ് എന്നുള്ള പഴയ PUBG ഗ്ലോബൽ PUBGയിൽ അവൾ ലിങ്ക് ചെയ്തത് ഫേസ്ബുക്ക് ID ആണ്. ആ സെയിം ID ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ഒരു പെർമിഷൻ ചോദിക്കുന്ന ഒരു സംഗതി വരും. അവിടെ നിങ്ങൾ യെസ് ടു ട്രാൻസ്ഫർ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ആവും. ഡാറ്റ ഈസ് ബീങ് ഇമ്പോർട്ടഡ് എന്ന് എഴുതി കാണിക്കും അവിടെ. അതിന്റെ ഒപ്പം തന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അക്കൗണ്ട് ഡാറ്റ ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുള്ള നോട്ടിഫിക്കേഷൻ മുകളിൽ വരികയും ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫേസ്ബുക്ക് ട്വിറ്റർ എന്നൊക്കെ കാണിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ് ചെയ്യുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ കറന്റ് അക്കൗണ്ട് ഏതാണോ ഫേസ്ബുക്ക് ID അത് വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് നമ്മുടെ പഴയ അക്കൗണ്ടിലെ പഴയ ഗ്ലോബൽ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഫുൾ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കിട്ടും. എല്ലാമില്ല, ഫ്രണ്ട് ലിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ഉണ്ടായിരുന്നു. എങ്കിലും മെയിൻ ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്, ഒന്നും പോയിട്ടില്ല. സോ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. സോ ഓൾറെഡി വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഈ ഒരു സെക്ഷനിൽ അവസാനം ചോദിക്കും, 18 വയസ്സിന് മുകളിൽ തന്നെയാണോ പ്രായം എന്ന് ചോദിക്കും. യെസ് എന്ന് തന്നെയാണ് ഞാൻ ഇതുവരെയും കൊടുത്തത്. നോ എന്ന് കൊടുത്തില്ല. കാരണം നോ എന്ന് കൊടുത്ത് ചിലപ്പോൾ ലിമിറ്റേഷൻ അത് ഞാൻ പെട്ടുപോകും. നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് വെക്കും അവർ. അതുകൊണ്ട് കറക്റ്റായിട്ട് യെസ് എന്ന് കൊടുത്ത് 18 വയസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ലോഗിൻ ചെയ്തത്. അപ്പോൾ എൻ്റെ മോളുടെ കൊടുത്തപ്പോഴും കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് കൊടുത്തത്. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നിങ്ങൾ യെസ് കൊടുത്ത് പോയാൽ മതി, വേറെ സീനൊന്നുമില്ല. സോ അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ലോഗിൻ ചെയ്യാം. സോ അപ്പോൾ അങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് എങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്താം എന്നുള്ള പ്രൊസീജിയറാണ് ഞാനിവിടെ കാണിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്നും ചെയ്യാനില്ല, APK ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചുമ്മാ അങ്ങ് കളിച്ചാൽ മതി. APKയുടെയും OBB ഫയലിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.